സിസ്റ്ററുടെ സഹോദരനും ഈ ദിവസങ്ങൾ അത്രയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഈ നടത്തുന്ന എല്ലാ ഇടപെടലുകളും നമ്മൾ ബിലാസ്പൂരിൽ പോകുന്നതും അതുപോലെ തന്നെ ഈ ഞങ്ങൾ എല്ലാ ദിവസവും തന്നെ കന്യാസ്ത്രീനെ നേരിട്ട് പോയി ഞങ്ങൾ ജയിലിൽ പോയി കാണുമായിരുന്നു അല്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ അവരുടെ അനുഭവം എങ്ങനെയായിരുന്നു? അവർ ആ സമയത്ത് കാരണം ആദ്യം ജാമ്യം നിഷേധിച്ചു, രണ്ടാമതും നിഷേധിക്കപ്പെടുകയാണ്, മൂന്നാമതാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും രണ്ടാം സെഷൻസ് കോടതിയിലൊക്കെ വന്നതെന്ന് അവർക്ക് വലിയ പ്രതീക്ഷയുണ്ടായി. എനിക്ക് വലിയ മാനസിക വിഷമമുണ്ടായ ഒരു കാര്യം, ഈ സെഷൻസ് കോടതിയിൽ വിധി വരുന്ന അന്ന് ഞാനന്ന് ദിവസം അവരെ കാണാനായിട്ട് ജയിലിൽ ടൈം എടുത്തിരുന്നത് ഏതാണ്ട് ഒരു 12:30 സമയത്താണ്. അപ്പോൾ 12:30 സമയത്ത് ഞാൻ അവരെ ജയിലിൽ കാണാനായിട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പാണ് എനിക്ക് വിവരം കിട്ടുന്നത് ഇവർക്ക് സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചു എന്നുള്ളത്. അപ്പം എനിക്ക് അവരുടെ അടുത്ത് കാണുന്ന സമയത്ത് എനിക്ക് അവരോട് ഈ ദുഃഖവാർത്ത പറയേണ്ടതായിട്ട് വന്നു, ഞങ്ങൾക്കത് പറയേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് NIA കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതിന് ശേഷവും അവരെ കണ്ട് അവരോടത് അകത്ത് ചെന്ന് അവരെ കണ്ട് അത് പറയാൻ സാധിച്ചു. അന്ന് തന്നെ പുറത്തിറങ്ങി. അപ്പോൾ ഈ സഹോദരനായിട്ടുള്ള ബൈജുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അതുപോലെ തന്നെ നമ്മുടെ വന്ദന സിസ്റ്ററിൻ്റെ സഹോദരനുമൊക്കെ അവർ 2 സഹോദരങ്ങളും ഉദയഗിരി പള്ളിയിലെ, അതായത് വന്ദന സിസ്റ്ററിൻ്റെ ഇടവകയായിട്ടുള്ള തലശ്ശേരി രൂപതയിൽപ്പെട്ട ഉദയഗിരി പള്ളിയിലെ വികാരി അച്ഛൻ ഫ്രാൻസിസ് അച്ഛനുമൊക്കെ ഛത്തീസ്ഗഡിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാ ദിവസങ്ങളിലുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഇവർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ഇവരെല്ലാം കൂട്ടിയാണ് എല്ലാ സ്ഥലത്തും പോകുന്നത്. കാരണം നമ്മൾ ചെല്ലുമ്പോൾ, അവരുടെ കുടുംബക്കാർ ചെല്ലുമ്പോൾ, അവരുടെ വികാരി അച്ഛൻ ചെല്ലുമ്പോൾ ഒക്കെ അവർക്ക് ലഭിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വലിയൊരു ഒരു ആശ്വാസമുണ്ട്, കൂടെ ഉണ്ട്, നമ്മളിതിൻ്റെ വേണ്ടിയിട്ട് എല്ലാ പരിശ്രമവും ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു പിന്തുണയുണ്ട് എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അതിന് ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ കന്യാസ്ത്രീ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്, അവർ 53 പേരുള്ള ഒരു സെല്ലിലാണ് അവർ കിടക്കുന്നത്. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 53 പേരുള്ള ഒരു സെല്ലിനകത്ത് ഇവർ കിടക്കുന്നതിനകത്ത് ഈ കന്യാസ്ത്രീകൾ ഞങ്ങളോട് പറയുകയാണ്, അതിനകത്ത് കിടക്കുന്ന പലരും നിരപരാധികളാണ്. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടാതെ അവർക്ക് വേണ്ടി കേസ് നടത്താനോ അല്ലെങ്കിൽ സഹായിക്കാനോ ആരുമില്ലാതെ, അല്ലെങ്കിൽ കേസ് നടത്താനുള്ള ചിലവ് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഒക്കെയായിട്ട് ഒരു കുറ്റവും ചെയ്യാതെ നിരപരാധികളായിട്ടുള്ള പലരും അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ കന്യാസ്ത്രീകളുടെ ആശങ്ക അതുപോലെ ഒരു കേസായി ഇവരും മാറുമോ എന്നുള്ള ആശങ്കയൊക്കെ അവർക്കുണ്ടായി. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്നു, അവരെ കാണുന്നു. അപ്പോൾ അവർക്ക് വലിയ ആശ്വാസം, എല്ലാ ഇടപെടലുകളും നടത്തുന്നുള്ള ബോധ്യം അവർക്ക് വരുന്നു. നാട് മുഴുവൻ അവരുടെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് അവരെ അറിയിക്കാൻ സാധിക്കുന്ന വലിയൊരു ആശ്വാസമല്ലേ. അപ്പം അങ്ങനെ ഇത് നീണ്ടുപോയി. എന്തായാലും ഈ ജാമ്യം കിട്ടുന്ന സമയത്ത് അപ്പോൾ സ്വാഭാവികമായും ഈ സിസ്റ്ററിൻ്റെ സഹോദരൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഫോൺ വരുന്നത് ജാമ്യം കിട്ടി എന്നുള്ളത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ആശങ്കയോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ ഒരു അറിയിപ്പ് കിട്ടിയപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി, ഞാനത് നമ്മളങ്ങനെ കരുതിയൊന്നും, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ്. ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാനും പോയി.